ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഓക്കെ, അഡീഷൻ നമ്മൾ ആദ്യം ഇതേപോലെ കമ്പാരിസൺ പഠിച്ചു അല്ലേ. കമ്പാരിസൺ പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, ആദ്യം നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ഇത് ഒരേപോലെ ഡിനോമിനേറ്റർ വരുന്ന എങ്ങനെ ചെയ്ത് നോക്കാം. അത് നമ്മൾ ആദ്യം പഠിച്ചു. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. 5/11 പ്ലസ് 3/11 ഇവ രണ്ടിനെ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സോ ഇവിടെ കണ്ടോ, രണ്ടുപേർക്കും സെയിം ഡിനോമിനേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഇവ രണ്ടുപേരും ഒരു ഒന്നിച്ച് എഴുതാം. 5 + 3 ഹോൾ ഡിവൈഡഡ് ബൈ 11 കണ്ടോ. സോ 5 + 3 എന്ന് വെച്ചാൽ എന്താണ്, 5 + 3 is 8. അപ്പൊ 8/11 ആണോ. അതേപോലെ വേറൊരു ലൈക്ക് ഫ്രാക്ഷൻ പറഞ്ഞു സബ്ട്രാക്ഷൻ ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നേക്കെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ എഴുതാം ദിസ് മൈനസ് ദിസ്. പക്ഷെ പരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, സബ്ട്രാക്ട് 3/10 ഫ്രം 7/10. അതായത് 3/10 എന്ന ഫ്രാക്ഷനെ നമ്മൾ ആരിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം, 7/10. ബിക്കോസ് ഇതിൽ ഏതാ വലുത്, എപ്പോഴും സബ്ട്രാക്ഷൻ നമ്മൾ വലിയ നമ്പറിൽ നിന്നായിരിക്കും ചെറിയ നമ്പറിൽ ചെയ്യുക അല്ലെ. സോ കമ്പാരിറ്റീവ്ലി ഇത് നോക്കിയാൽ രണ്ടുപേരുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ 3 chocolates to 10, 7 chocolates to 10. ഇതിൽ ഏതാ വരുന്നത്, 7/10. അതുകൊണ്ടാണ് ഫ്രം 7/10 പറഞ്ഞത്. So what we have to do, 7/10 minus 3/10. Again, രണ്ടുപേരുടെ ഡിനോമിനേറ്റർ സെയിം ആണ്. So we have to write both of them together. 7 minus 3. So what is it? 7 minus 3 is what? 4/10. നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. ഇത് ഇനിയും നമുക്ക് എന്തൊക്കെ എഴുതാം, എപ്പോഴും എന്ത് ആൻസർ വന്നാലും നമ്മളത് ലോവസ്റ്റ് ഫോം ആക്കാൻ നോക്കണം. ഓക്കെ, അതായത് 4/10 എന്ന് വെച്ചാൽ they have common factors. രണ്ടുപേരും 2ന്റെ ടേബിൾ ഉണ്ട് അല്ലേ. സോ വി ക്യാൻ ഡിവൈഡ് ബോത്ത് ഓഫ് ദം ഡിവൈഡഡ് ബൈ 2. അപ്പൊ 4 ഡിവൈഡ് ബൈ 2 എത്ര വരും, 2. Again 10 divided by 2 is what, 5. So 2/5 is the answer. മനസ്സിലായോ? ഓക്കെ, ലൈക്ക് ഫ്രാക്ഷൻസ് അല്ലാതെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്ന് നോക്കാം. വാട്ട് ഈസ് ദിസ്? ഇവിടെ കാണാം, ഇതിൽ രണ്ടിലും ലൈക്ക് ഫ്രാക്ഷൻസിൽ അൺലൈക്ക് ആണ്. ബോത്ത് ഓഫ് ദം ഹാവ് ദീസ് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. സോ അൺലൈക്ക് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പാരിസണിൽ നോക്കി അങ്ങനെ അവിടെ എങ്ങനെയാ ചെയ്തേ, ഡിനോമിനേറ്റേഴ്സിനെ ആദ്യം സെയിം ആക്കി എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. പക്ഷേ പല മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ 2 ഫ്രാക്ഷൻസ് മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. By cross multiplying means by cross multiplying. Cross multiplying എന്ന് വെച്ചാൽ എന്താണ്, 5/12 3/8 എന്നല്ലേ. ഇയാളെ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെയാണ്, ഈസിക്കൽ ടു 5 8s are 40 പ്ലസ് 12 into 3 36 ഹോൾ ഡിവൈഡഡ് ബൈ ഇവ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റേഴ്സ് അങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിനോമിനേറ്റേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. വാട്ട് ഈസ് ഇറ്റ്, 76/96. റൈറ്റ്. ഇനി നമുക്ക് എഗെയിൻ ഇവ രണ്ടുപേരും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. സോ നമുക്ക് ഇതിനെ പിന്നെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ലോവസ്റ്റ് ഫോമിലാക്കാം. അതെന്തായിരിക്കും നിങ്ങൾ പറയട്ടോ. ഓക്കെ, അതേപോലെ ഇനി സബ്ട്രാക്ഷൻ ഓഫ് അൺലൈക്ക് ഫ്രാക്ഷൻസ് അതെങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, ഇവർ രണ്ടുപേരും സബ്ട്രാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ്, ഇവരിൽ ആരാണ് ഫസ്റ്റ് അഡീഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതിൽ ആരായിരിക്കും വലുത് കണ്ടുപിടിക്കണം. ആരാണ് വലുതെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് ആദ്യം വലുതിനെ എഴുതാൻ പറ്റും. വലുതിന് ചെറുതിലല്ലേ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൽ ആരാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ്, കമ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഡിനോമിനേറ്റേഴ്സിന് LCM കാണാം. ഫൈൻഡ് ദി LCM ഓഫ് 15, 10. ഓക്കെ, 15ഉം 10ന്റെ LCM നോക്കാൻ വേണം. അത് രണ്ടുപേരും 5ന്റെ ടേബിളുണ്ട്. സോ 5 3 5s are 15, 2 5s are 10. Again 3 and 3 1s are 3, 2 അങ്ങനെ എഴുതുക. Again 2 1 2 1s are 2. So what is it, 5 into 3 into 2 എത്രയാ, 5 into 3 is 15, 15 into 2 30. LCM കിട്ടിയല്ലോ, 30. ഇനി നമ്മൾ ഓരോ ഫ്രാക്ഷനെ സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ്. അപ്പൊ 7/15 is equal to എന്ത് ചെയ്യണം, ഡിനോമിനേറ്റേഴ്സ് ആദ്യം നമ്മൾ
15 ഇൻറ്റു എത്ര ചെയ്താൽ 30 കിട്ടും? 15 ഇൻറ്റു എത്രയാണ് 30? ഒന്നുകിൽ യു ക്യാൻ ഡിവൈഡ് 30 ഡിവൈഡ് ബൈ 15 ചെയ്ത് കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. സോ 15 ഇൻറ്റു 2 ഈസ് 30. അതേപോലെ ഇവിടെ 2 ഇൻറ്റു ചെയ്തപ്പോൾ മേളും 2. അപ്പോൾ ആൻസർ ഈസ് 14/30. അഗെയിൻ 9/10 ഈക്വൽ ടു 9/10 ഇൻറ്റു 10 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് 30 കിട്ടുക നോക്കാം. സോ വാട്ട് ഈസ് ഇറ്റ്? 10 3s are 30. അപ്പോൾ ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മേളിൽ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 9 3s are 27/30. ഇനി കമ്പയർ ചെയ്യാമല്ലോ. ഇതിലായിരിക്കും 14 ചോക്ലേറ്റ്സ് 30 കുട്ടികൾക്ക്, 27 ചോക്ലേറ്റ്സ് 30 കുട്ടികൾ. അപ്പോൾ അതിലേക്ക് ഏതിലാണ് കൂടുതൽ? ഓഫ് കോഴ്സ് ദിസ് ഈസ് ദ ബിഗ് വൺ, റൈറ്റ്? 27/30 ആണ് വലുത്. അപ്പോൾ 27/30 എന്ന് വെച്ചാൽ 9/10. അതായത് 9/10 മൈനസ് 7/15. ഓക്കെ, നമ്മൾ ഇനി അങ്ങനെ ചെയ്യേണ്ട. ഇനി ഇത് ചെയ്യാം. 9/10 പകരം യു ക്യാൻ റൈറ്റ് 27/30 മൈനസ് 14/30 അല്ലേ? ഈക്വൽ ടു രണ്ടിനെ ഒരുമിച്ച് എഴുതിക്കേ. എത്ര വരും? 3 1 13/30. ദിസ് ഈസ് ദി ആൻസർ. 13/30 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ കുറച്ചുകൂടെ എക്സ്ട്രാ പ്രോബ്ലംസ് നോക്കാം. അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഓക്കെ, അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഇപ്പൊ ഞാൻ ഇവിടെ 3 ഫ്രാക്ഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഡിനോമിനേറ്റേഴ്സിന് നമ്മൾ സെയിം ആക്കണം, റൈറ്റ്? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്യണം? ആദ്യം എൽസിയം കാണണം. സോ എൽസിയം ഓഫ് ആരൊക്കെയാണ്? 4, 3, 5, റൈറ്റ്? എന്തായിരിക്കും ചെയ്ത് നോക്കി? 4, 3, 5 എന്ന് പറയുമ്പോൾ ആദ്യം 2 എടുക്കാമല്ലോ. 2 2s are 4. ഇവരെ പറ്റില്ല, ഇവരെ അങ്ങനെ തന്നെ എഴുതാം. എഗെയിൻ 2 എടുത്തു. 2 1s are 2. ഇവരെ അങ്ങനെ തന്നെ എഴുതാം. എഗെയിൻ നെക്സ്റ്റ് വൺ 3 1 5. ലാസ്റ്റ് വൺ 5 എടുക്കാം. 1, 1, 1. So 2 into 2 into 3 into 5, right? 2 2s are 4. 4 3s are 12. 12 5s are 60. 12 5s are 60. So 60 ആണ് നമുക്ക് ഇവിടെ എൽസിയം കിട്ടിയത്, റൈറ്റ്? സോ വാട്ട്? ഇനി ഓരോ ഫ്രാക്ഷൻസിനെയും നമ്മൾ ഡിനോമിനേറ്റർ 60 ആക്കി മാറ്റണം. 3/4 is equal to 3/4 into, കണ്ടോ? 4 into എത്ര ചെയ്താൽ 60 കിട്ടും നോക്കണം. ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. 60 divided by 4. 1 4s are 4 minus equal to 20. 5 4s are 20. So answer ready 15. അപ്പോൾ 4 into 15 ചെയ്താൽ 60 കിട്ടും. മേളിൽ 15 into ചെയ്യണം, റൈറ്റ്? സോ വാട്ട് ഈസ് ആൻസർ? ഇവിടെ 45. നെക്സ്റ്റ് വൺ അതേപോലെ 1/3. 1/3 is equal to 1/3 into 3 into എത്ര ചെയ്താൽ 60 വരും? എത്ര വരും? 3 2s are 6 നമ്മൾ പഠിച്ചത്. അപ്പോൾ 3 into 20 ചെയ്താൽ 60 കിട്ടി. 3 into 20 മേളും 1 into 20. So 20/60. Okay, last one 1/5. 1/5 is equal to 1/5 into 5 into എത്ര ചെയ്താൽ 60 കിട്ടും? 5 into നമ്മൾ നേരത്തെ ചെയ്തല്ലോ 5 into 12 അല്ലേ? 5 into 12 ചെയ്താൽ 60 കിട്ടും. സോ മേളിലും into 12. അപ്പോൾ 12/60. നൗ എങ്ങനെ ആഡ് ചെയ്യാം? ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് ഇവിടെ എടുത്ത് എഴുതാം. ഇസ് ഈക്വൽ ടു വാട്ട്? 45/60 പ്ലസ് 20/60 പ്ലസ് 12/60. മൂന്നുപേർക്കും സെയിം ഡിനോമിനേറ്റേഴ്സ് ആയി 3 പേര് ഒരുമിച്ച് എഴുതാം. അപ്പോൾ ആൻസർ എത്രയാണ്? 5 + 2 7. 4 + 2 6. 6 + 1 7. Right. Again 77/60. That is the answer. Okay. അതേപോലെ ഇത് ചെയ്യാം. Subtract this from. Subtraction fractions ഓൾവേസ് നമുക്ക് 2 ഒക്കെ തരുള്ളൂ. ഓക്കെ, കാരണം 3 എണ്ണമായിട്ടൊന്നും തരത്തില്ല. നമുക്ക് ഇവിടെ 2 എണ്ണമായിട്ട് മാക്സിമം തരാറുള്ളൂ. അപ്പോൾ അങ്ങനെ എന്താ നമുക്ക് പഠിക്കാം. അപ്പോൾ 18/5 ഫ്രം 23/5 കണ്ടോ? ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. മറ്റേ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇതിന് മുമ്പ് ചെയ്തതിൽ സബ്ട്രാക്ട് 2 ഫ്രാക്ഷൻസ് തന്നിട്ട് അതിനെ നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സോ വാട്ട് വി ഹാവ് ടു ഡു ഫൈൻഡ്? ആദ്യം ഏത് ഫ്രാക്ഷൻ അതിൽ വലുതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതാണ് വലുതെന്ന്. ബിക്കോസ് ഫ്രം ദിസ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ 23/3 - 18/5 ആണ് ചെയ്യേണ്ടത്.
സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ബട്ടർഫ്ലൈ മെത്തേഡാണ് അതിന് പറയാം. അപ്പോൾ ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇവ രണ്ടുപേരും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 23 into 5 എത്ര വരും? 15, 11, റൈറ്റ്. മൈനസ് 18 into 3 54 whole divided by 5 3s are 15. അപ്പോൾ എത്ര വരും ആൻസർ? സബ്ട്രാക്ട് 1 and 6 by 15. കണ്ടോ, ഇവർ തമ്മിൽ കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. സോ we can say that is the answer. 61 by കേട്ടോ, സോറി 61 by 15. അപ്പോൾ എന്താണ്, എന്ത് ഫ്രാക്ഷൻ ആയത്? മുകളിൽ വലിയ ആളും താഴെ ചെറിയ ആളും. ന്യൂമറേറ്റർ വലുതാവുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ what we have to do? We have to divide and always find the, കണ്ടോ, ഇങ്ങനെ ചെയ്യണം. ഓക്കെ, 15 into 4 അല്ലേ നമുക്ക് 65 6. ഓക്കെ, സോ ആൻസർ 1. സോ നമ്മൾ എന്ത് ഫോമിൽ എഴുതും? QR/D. QR/D എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എത്രയാ? 4. R/D എന്ന് പറയുമ്പോൾ R is 1 and D is 15. 4 1 by 15. That is the answer. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും QR/D ഫോർമാറ്റിലാക്കി എഴുതണം. ബ്രഹ്മഗുപ്താസ് മെത്തേഡ് നമുക്ക് ഇപ്രാവശ്യത്തെ ഗണിത പ്രകാശ് മാത്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബ്രഹ്മഗുപ്താസ് മെത്തേഡ് വെച്ച് നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കും. ഇതും എങ്ങനെയായി മെത്തേഡ് പറയാന്ന് വെച്ചാൽ, നമ്മൾ ഇവർ രണ്ട് ഫ്രാക്ഷൻസിന്റെ ഈക്വൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ആഡ് ചെയ്യുക. അതായത് സെയിം സിമിലർ ടു ദാറ്റ് LCM കാണുന്നത് അതേപോലെ തന്നെയാണ്. അതായത് 1/4 ഈസ് ഇക്വൽ ടു എന്താണ്, നമുക്ക് 1/4നെ ഇയാളെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻറ്റു 3/3. അപ്പോൾ എത്രയായി? വാട്ട് ഈസ് ഇറ്റ്? 3/12. അതേപോലെ 1/3നെ മറ്റേ ആളെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 1/3 ഇൻറ്റു 4/4. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? 4/12. Now രണ്ടുപേർക്കും സെയിം ഡിനോമിനേറ്റേഴ്സ് കിട്ടിയല്ലോ. സോ 1/4 പ്ലസ് 1/3 ഈസ് ഇക്വൽ ടു 1/4 വരെ എന്ത് ചെയ്താൽ 3/12 പ്ലസ് 4/12. രണ്ടുപേരും കൂടെ ചേർത്ത് 3 + 4 ഈസ് എത്രയാ? 7/12. ദാറ്റ് ഈസ് ദി ആൻസർ. സെയിം സിമിലർ അതുപോലെ തന്നെ ഇവിടെ. ഓക്കെ, 3/4 ഈസ് ഇക്വൽ ടു ഈക്വൽ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിച്ചേ 4 into 3. അതായത് 4 into 3, ഇവിടെ 3 into 3. ഓക്കെ, 3 3s are 9, 4 3s are 12. അതേപോലെ 2/3 is equal to ഇവിടെ ഈക്വൽ ഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 4, 2 into 4. 2 4s are 8, 3 4s are 12. ഇതിപ്പോൾ രണ്ടുപേരുടെ സെയിം ആണല്ലോ. സോ യു ക്യാൻ ഈസിലി സെപ്പറേറ്റ്, റൈറ്റ്? സോ 3/4 minus 2/3 is equal to 9/12 minus 8/12. 9 minus 8 എത്രയാ? 1/12. So that is the answer. Easy അല്ലേ ബ്രഹ്മഗുപ്താസ് മെത്തേഡ്? നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ വരുന്നത് ലൊക്കേറ്റ് ദ ഫ്രാക്ഷൻസ് ഓൺ ദി നമ്പർ ലൈൻ. ഓക്കെ, നമ്പർ ലൈൻ എല്ലാവർക്കും അറിയാലോ. ലൈനിൽ നമുക്ക് 0 ഉണ്ടാവും, റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്. ദാറ്റ് ഈസ് നമ്പർ ലൈൻ. ഓക്കെ, ഇനി ഈ ഫ്രാക്ഷൻസിനെ എങ്ങനെ ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് കണ്ടുപിടിക്കണം, ഇവർ എവിടെയാ വരുന്നത്. ഓക്കെ, ഏറ്റവും ഒരു ക്ലൂ ഉണ്ട്. വാട്ട് ഈസ് ദിസ്? 9/9. Any number divided by the same number, that answer will be what? 1. അപ്പോൾ 9/9 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ ബാക്കിയല്ലോ 9 ചോക്ലേറ്റ്സ് ഡിവൈഡ് ബൈ 9 കുട്ടികൾ. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് കിട്ടി അല്ലേ? ഇവിടെ കുറഞ്ഞു. 7 ചോക്ലേറ്റ്സ് ഡിവൈഡഡ് ബൈ 9 കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കുറയും. അതായത് ഏറ്റവും ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാണ് ഇത് അല്ലേ? ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഇത്. ഇവരൊക്കെ ചെറുതായി റൈറ്റ്. അപ്പോൾ നമുക്ക് അതിന്റെ നമ്പറിലേക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ 2, ഇവിടെ 1. ഓക്കെ, 1ന് മുമ്പായിട്ടാണ് നമുക്ക് ഈ ഫ്രാക്ഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ 1നും 0ക്കും ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇത് 9/9 അല്ലേ? 9/9 ആണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് എന്തായിരിക്കും? 8/9.
അതിന് മുമ്പ് വരുന്നത് 8/9 ആയിരിക്കില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ഇറ്റ്? അതിന് മുമ്പ് വരുന്നത് 7/9 ആയിരിക്കും. ബിഫോർ ദാറ്റ് 6/9, 5/9, 4/9, 3/9, 2/9, 1/9. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. 2/9 എവിടെയാ? ഹിയർ. ഓക്കെ, 4/9 ഹിയർ, 5/9 ഹിയർ, 7/9 ഹിയർ, 9/9 ഇവിടെ അല്ലേ? ഗോട്ട് ഇറ്റ്? നമുക്കിവിടെ എല്ലാവരും മാർക്ക് ചെയ്ത് കാണിക്കേണ്ട ഈ തന്ന ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എല്ലാവരും എഴുതിയുള്ളൂ. 2/9 ആകുമ്പോൾ 2/9 മാത്രം മതി. ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ 2/9 മാത്രം എഴുതി കാണിക്കാം. ഇവിടെ 4/9 എവിടെ ആയിരിക്കും? ഇവിടെ പക്ഷേ ഈ ഡോട്ട് ഇട്ട് കാണിക്കണം കേട്ടോ. ഒരു ഡോട്ട് ഇടണം. എന്നിട്ട് അടുത്തതിൽ 4/9, 5/9 ആകുമ്പോൾ ഇവിടെ 7/9 6 കഴിഞ്ഞിട്ടായിരിക്കും 6 ഇപ്പോൾ വേണ്ട ഇവിടെ. ഓക്കെ, ദെൻ 8/9 ഇല്ല, 9/9 അല്ലേ? 9/9 ആണ് 1. സോ നമ്മൾ എല്ലാവരും നമ്പർ ലൈൻ കാണിച്ചു, റൈറ്റ്? ഇതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇട്ടാലോ? ക്വസ്റ്റ്യൻ ആണ് 0/6, 1/6, 5/6, 7/6 അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് നോക്കണം. ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. 0/6 എന്ന് വെച്ചാൽ 0 ഡിവൈഡഡ് ബൈ എനി നമ്പർ ദ ആൻസർ വിൽ ബി വാട്ട്? 0, റൈറ്റ്? അപ്പൊ നമുക്കൊരു ക്ലൂ കിട്ടി. 0/6 എവിടെയായിരിക്കും? ഇവിടെ തന്നെ ആയിരിക്കും, റൈറ്റ്? 0/6 അല്ലേ 0? സോ 0 തന്നെയായിരിക്കും 0/6, റൈറ്റ്? 1/6 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ 1 ആയിരിക്കുമോ? അല്ല. 1/6 നമുക്കറിയാം. 1/6 is a proper fraction. മുകളിൽ ചെറിയ ആളും താഴെ വലിയ നമ്പർ. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ഹോൾ നമ്പർ കിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6 ആയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 1. നമുക്കറിയാം ഇവിടെ 1 ആണെങ്കിൽ that is 6/6. 6/6 ആണല്ലോ 1. Any number divided by the same number, the answer is 1. അപ്പോൾ 6/6 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 1/6 എവിടെ ആയിരിക്കും? 5, 4, 3, 2, 1. ഇവിടെ ആയിരിക്കും 1/6. 5/6 ഓ? 1, 2, 3, 4, 5. ഇവിടെ ആയിരിക്കും 5/6. 6/6 എന്ന് വെച്ചാൽ 1 തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാ ചോദിച്ചിരിക്കുന്നത്? 7/6. നോക്കിയേ, ദിസ് ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. മുകളിൽ വലിയ നമ്പറും താഴെ ചെറിയ നമ്പർ. സോ അപ്പോൾ 1 കഴിഞ്ഞിട്ടായിരിക്കും. നമുക്കറിയാം ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റൂ? ഹോൾ നമ്പർ. ആൻഡ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എപ്പോഴും വലിയതായിരിക്കും, അതായത് മോർ ദാൻ 1. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7/6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 1 കിട്ടും. അപ്പോൾ ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനുമായിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മോർ ദാൻ 1. ഓക്കെ, അതിപ്പോൾ 1 കഴിഞ്ഞിട്ടാണ് അപ്പോൾ 7/6 വരുന്നത്. അപ്പോൾ ഹിയർ ഇറ്റ് ഈസ് 7/6. Got it? Okay, 1 കഴിഞ്ഞിട്ടായിരിക്കും 7/6 വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 7/11. 7/11 നമുക്ക് നമ്പർ ലൈന് ലൊക്കേറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 7/11 എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ വരും അല്ലേ? എവിടെ നിന്ന് തുടങ്ങണം? അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്റർ നോക്കാം. 11/11 അല്ലേ? 11 ആണ് ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ 11/11 എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? 11 ഡിവൈഡ് ബൈ 11 ഈസ് വാട്ട്? 11/11 എന്ന് വെച്ചാൽ എത്രയാ? 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1. That is 11/11, right? അതായത് ഇവിടെ 1നെ 11 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത്. സോ അങ്ങനെയാണ് നമുക്ക് 1 ഉണ്ട്. 11/11 ചെയ്യുമ്പോഴാണ് 1-ലെത്തുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. കണ്ടോ? 1/11, 2/11, 3/11, 4/11. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, 1/11, ദിസ് ഈസ് 2/11, 3/11, ദിസ് ഈസ് 4/11, 5/11, this is 6/11, 7/11, this is 8/11, 9/11, this is 10/11. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? 7/11. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ദിസ് ഈസ് 7/11. 3 2/5 കേട്ടോ. 3 2/5 അതെന്തോ പ്രശ്നമില്ലേ? ഇല്ലേ?
ഒരു പ്രശ്നമില്ല, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് 3/2/5. അത് പറയാൻ മുമ്പ് നമുക്ക് ജസ്റ്റ് വേറെ എക്സാമ്പിൾ നോക്കാം. എന്താണ് ഈ പല ഇതിനെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? ഫോർ എക്സാമ്പിൾ വേറൊരു മിക്സഡ് ഫ്രാക്ഷൻ ആലോചിക്കുക. അതായത് 2 3/6. ഓക്കെ, അതായത് എന്താണിത്? 2 3/6 എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഈ ചോക്ലേറ്റ് ഞാൻ എൻ്റെ മോനെ മേടിച്ചു കൊടുത്തു. ഓക്കെ, ഞാൻ 3 ചോക്ലേറ്റ്സ് മേടിച്ചു കൊടുത്തു. അവൻ ഈ ചോക്ലേറ്റ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു, ഫുൾ അടിച്ചു തരും. ഓക്കെ, അതിന് പോരാ, ഇനിയും വേണമെന്ന് ഈ ചോക്ലേറ്റ്സ് ഫുള്ള് കഴിച്ചു. ഇതുകൂടെ കഴിയുമ്പോൾ കുറച്ച് മടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? ഓക്കെ, അതായത് ഈ 3 പോർഷൻസ് ഇതും കൂടെ കഴിച്ചു. ബാക്കി എത്ര ഉണ്ട്? അതവിടെ ബാക്കിയാണ്. അപ്പൊ ഇപ്പൊ എത്ര കഴിച്ചു മൊത്തം? 1, ഇവിടെ 1, ഇതിൽ എത്ര കഴിച്ചു? 1 2 3. മൊത്തം എത്ര പോർഷൻസ് ഉണ്ട് അതിൽ? ടോട്ടൽ പാർട്ട് 6. അതിൽ എത്ര കഴിച്ചു? 3 പാർട്ട് കഴിച്ചു. 1 + 1 + 3/6, ദാറ്റ് ഈസ് 2 3/6. 1 + 1 is 2, right? അതായത് 2 this is equal to 2 + 3/6. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ സിമിലർ മെത്തേഡിൽ നമുക്ക് 3 2/5 എഴുതാം. അപ്പൊ 3 2/5 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 3 2/5 is equal to 3 + 2/5. അതായത് 3 എന്ന ഹോൾ നമ്പറും പ്ലസ് 2/5 എന്ന ഫ്രാക്ഷനും കൂടി ചെയ്യുമ്പോൾ നമ്മൾ 3 2/5 എന്ന് എഴുതും അല്ലേ? അപ്പൊ ഇതെങ്ങനെ മാർക്ക് ചെയ്യാൻ അറിയാം? 0 1 2 3 3. അതായത് 3 ഓൾറെഡി ഉണ്ട്, സോ ദാറ്റ് 3 is here. ഇതും പിന്നെ ഈ അത് കഴിഞ്ഞിട്ടാണ് ഈ 2/5 എന്ന് പറയുമ്പോൾ അതാണ് ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുന്നത്. 3 കഴിഞ്ഞിട്ടുള്ള പോർഷനെ നമ്മൾ ഒരു ഫ്രാക്ഷൻ ആക്കണം. അതായത് ഇവിടെ 4 ഉണ്ടെങ്കിൽ അതിനൊന്ന് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തേ. 1 2 3 4 5 ആണോ? ഓക്കെ, സോ ദിസ് ഈസ് 1/5, this is 2/5, this is 3/5, this is 4/5, this is 5/5. 5/5 എന്ന് വെച്ചാൽ എന്താ? That is 1, right? അതായത് 3 കഴിഞ്ഞിട്ടുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് ചെയ്യേണ്ടത് അല്ലേ? അതായത് 3യും 1/5 കൂടി ചേർന്ന് this is 3 1/5. 3യും 2/5 കൂടി ചേർന്ന് this is 3 2/5. This is 3 3/5, 3 4/5, 3 5/5. 3 5/5 എന്ന് വെച്ചാൽ 3 + 5/5 ആണോ? 3 5/5 എന്ന് വെച്ചാൽ 3 + 5/5. 5/5 എന്ന് വെച്ചാൽ എന്താണ്? 1. അതാണ് നമ്മളിവിടെ 4 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 3 2/5. 3 2/5 എന്ന് പറഞ്ഞാൽ 3യും 3ന്റെ കൂടെ ഒരു 2/5, 3യും 2/5. So this is the location, right? ഇതാണ് 3 2/5ന്റെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിനെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.